എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. കാലചക്രത്തിന്റെ പുതിയൊരു സഞ്ചാരപഥത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. വരും വാരം നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ 12 രാശികളുടെയും ഈ ആഴ്ചയിലെ പൊതുവായ ഫലങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ജ്യോതിഷപരമായി വളരെ നിർണായകമായ ചില ഗ്രഹനിലകളിലൂടെയാണ് ഈ വാരം കടന്നുപോകുന്നത്. അത് ഓരോ രാശിക്കാരെയും വ്യത്യസ്തമായ രീതിയിലാണ് ബാധിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ മേടക്കൂറുകാരുടെ ജീവിതത്തിലേക്ക് നോക്കാം. നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ നിങ്ങളൊരു വലിയ മാറ്റത്തിന് തയ്യാറെടുക്കുകയാണ്. കഠിനാധ്വാനം ചെയ്തിട്ടും അതിനനുസരിച്ചുള്ള ഫലം കിട്ടുന്നില്ലല്ലോ എന്ന നിരാശ നിങ്ങളെ കുറച്ച് ദിവസങ്ങളായി അലട്ടുന്നുണ്ടാകാം. എന്നാൽ മനസ്സുമടുത്ത് പിന്മാറാൻ വരട്ടെ. ഈ ആഴ്ചയുടെ പകുതിയോടെ നിങ്ങളെ തേടി ഒരു വലിയ വഴിത്തിരിവെത്തും. അത് നിങ്ങളുടെ കരിയറിന്റെ ഗതി തന്നെ മാറ്റിയേക്കാം. പക്ഷെ സാമ്പത്തിക കാര്യങ്ങളിൽ അനാവശ്യമായ എടുത്തുചാട്ടങ്ങൾ ഈ സമയത്ത് ഒട്ടും നല്ലതല്ല. പണം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തണം. കുടുംബത്തിൽ ചെറിയ രീതിയിലുള്ള അസ്വാരസ്യങ്ങൾ പുകയാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ വാക്കുകൾ മൂർച്ചയുള്ളതാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയൊരു വാക്ക് തർക്കം പോലും വലിയൊരു അകൽച്ചയിലേക്ക് വഴിമാറിയേക്കാം. കോപം അടക്കിപ്പിടിച്ച് സംസാരിച്ചാൽ വലിയ വിപത്തുകളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാം. ആരോഗ്യം കൃത്യമായി ശ്രദ്ധിക്കേണ്ട ഒരു ഘട്ടം കൂടിയാണിത്. ചെറിയ ശാരീരിക ബുദ്ധിമുട്ടുകൾ പോലും അവഗണിക്കരുത്. മേടക്കൂറുകാർക്ക് ഈ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്ന ഇടവക്കൂറുകാരുടെ ജീവിതത്തിൽ മറ്റൊരു വലിയ അത്ഭുതമാണ് കാത്തിരിക്കുന്നത്. എന്നാൽ ആ അത്ഭുതം എന്താണെന്നും അത് നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിക്കുമെന്നും അറിയേണ്ടേ? ഇടവക്കൂറുകാരുടെ ജീവിതത്തിൽ കാലങ്ങളായി അടഞ്ഞുകിടന്ന ഭാഗ്യത്തിന്റെ കവാടങ്ങൾ ഈ ആഴ്ച പെട്ടെന്ന് തുറക്കപ്പെടാൻ പോകുകയാണ്. നിങ്ങൾ ദീർഘനാളായി മനസ്സിൽ കൊണ്ടു നടന്ന ഒട്ടും നടക്കില്ലെന്ന് കരുതി ഉപേക്ഷിച്ച പല സ്വപ്നങ്ങളും ഈ ദിവസങ്ങളിൽ യാഥാർത്ഥ്യത്തിലേക്കടുക്കും. ഒരു അത്ഭുതം പോലെ കാര്യങ്ങൾ നിങ്ങളുടെ വഴിക്ക് വരുന്നത് കണ്ട് നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും. ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ സമയം ഒരു സുവർണാവസരമാണ്. പുതിയ പദ്ധതികൾ ആരംഭിക്കാനും വിപണിയിൽ നിങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാനും ഇതിലും നല്ലൊരു സമയം അടുത്തൊന്നും കിട്ടില്ല. വൻ ലാഭമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. പുതിയ നിക്ഷേപങ്ങൾ നടത്താൻ ആലോചിക്കുന്നവർക്ക് ഒട്ടും ഭയപ്പെടാതെ മുന്നോട്ടു പോകാം. സാഹചര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി നിലകൊള്ളുന്ന സമയമാണിത്. ഉദ്യോഗാർത്ഥികളായ ആളുകൾക്ക് മനസ്സിൽ വിചാരിച്ചതിനേക്കാൾ മികച്ചൊരു ജോലി ലഭിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. നിലവിൽ ജോലി ചെയ്യുന്നവർക്കാകട്ടെ വലിയ ഉത്തരവാദിത്തങ്ങളോടെയുള്ള സ്ഥാനക്കയറ്റമോ അല്ലെങ്കിൽ എല്ലാവരും കൊതിക്കുന്ന ശമ്പള വർധനവോ ഈ ദിവസങ്ങളിൽ തേടിയെത്തും. കഠിനാധ്വാനത്തിനൊടുവിൽ തക്കതായ ഫലം ലഭിക്കുന്നതിൻ്റെ സന്തോഷം നിങ്ങളുടെ മുഖത്ത് പ്രകടമാകും. കുടുംബജീവിതത്തിലേക്ക് വന്നാൽ അവിടെയും സമാധാനത്തിന്റെ കാറ്റാണ് വീശാൻ പോകുന്നത്. പങ്കാളിയുമായി കുറച്ചുകാലമായി നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും മനസ്സിൽ സൂക്ഷിച്ച അകൽച്ചകളും ഈ ആഴ്ചയോടെ പൂർണ്ണമായി ഇല്ലാതാകും. പരസ്പരമുള്ള സ്നേഹവും ധാരണയും മുൻപത്തേക്കാൾ ശക്തമാകും. ഒരു പുതിയ തുടക്കത്തിന് നിങ്ങളുടെ മനസ്സ് പാകപ്പെടും. എന്നാൽ ഇടവക്കൂറുകാർ ഇങ്ങനെ ഭാഗ്യത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ മിഥുനക്കൂറുകാരുടെ അവസ്ഥ തികച്ചും വിപരീതമാണ്. അവർക്കായി ഈ ആഴ്ച വലിയൊരു കെണിയാണ് കാലം ഒരുക്കി വച്ചിരിക്കുന്നത്. അതെന്താണെന്നറിയാമോ? മിഥുനക്കൂറുകാരുടെ മനസ്സിലേക്ക് ഈ ആഴ്ച അനാവശ്യമായ ചിന്തകളും ആകുലതകളും ഇരച്ചുകയറാൻ സാധ്യതയുണ്ട്. ശാന്തമായിരിക്കേണ്ട മനസ്സ് കാരണങ്ങളില്ലാതെ അസ്വസ്ഥമാകും. ഈ മാനസികാവസ്ഥ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെയും ജോലിയെയും ദോഷകരമായി ബാധിച്ചേക്കാം. ജോലിസ്ഥലത്ത് അതീവ ജാഗ്രത പുലർത്തേണ്ട സമയമാണിത്. സഹപ്രവർത്തകരുമായി തർക്കങ്ങളിൽ ഏർപ്പെടാനോ അവരുടെ കാര്യങ്ങളിൽ ഇടപെടാനോ നിൽക്കരുത്. കാരണം ചെറിയൊരു വാക്കുപോലും വലിയൊരു ചതിക്കുഴിയായി നിങ്ങളുടെ കരിയറിനെ ബാധിച്ചേക്കാം. മേലുദ്യോഗസ്ഥരിൽ നിന്നുള്ള അമിതമായ സമ്മർദ്ദവും കുറ്റപ്പെടുത്തലുകളും നിങ്ങളെ മാനസികമായി തളർത്തിയേക്കാം. എങ്കിലും സംയമം പാലിക്കുകയല്ലാതെ മറ്റു വഴികളില്ല. സാമ്പത്തികമായി ഈ വാരം വലിയ നേട്ടങ്ങളൊന്നും നിങ്ങളുടെ മുന്നിലേക്കെത്തില്ല. എങ്കിലും നിങ്ങളെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാതെ കാര്യങ്ങൾ മുന്നോട്ടു പോകും. കടം വാങ്ങുന്നതും കൊടുക്കുന്നതും പരമാവധി ഒഴിവാക്കുക. യാത്രകൾ ചെയ്യുമ്പോൾ അമിത വേഗതയും അശ്രദ്ധയും അരുത്. വിലപ്പെട്ട രേഖകളും പണവും നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതിനാൽ കൂടുതൽ ജാഗ്രത പുലർത്തുക. വിദ്യാർത്ഥികൾക്ക് ഈ സമയം കടുത്ത അലസത അനുഭവപ്പെടാം. പഠനകാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ മനസ്സ് ചഞ്ചലപ്പെടും. ഈ മടി നിങ്ങളുടെ ഭാവിയെ ബാധിക്കുമെന്ന ബോധ്യം വേണം. മനസ്സിനെ നിയന്ത്രിച്ച് മുന്നോട്ടു പോയില്ലെങ്കിൽ വലിയ തിരിച്ചടികൾ നേരിടേണ്ടി വരും. മിഥുനക്കൂറുകാർ ഈ രീതിയിൽ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുമ്പോൾ കർക്കടകക്കൂറുകാരുടെ ജീവിതത്തിൽ തികച്ചും വിസ്മയിപ്പിക്കുന്ന ചില മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. ഭാഗ്യം അവരുടെ വാതിലിൽ വന്നുമുട്ടാൻ തയ്യാറെടുക്കുകയാണ്. അതിനെക്കുറിച്ച് കേൾക്കേണ്ടേ? കർക്കടകക്കൂറുകാരുടെ ജീവിതത്തിൽ ഈ ആഴ്ച ഭാഗ്യദേവത നേരിട്ട് അനുഗ്രഹം ചൊരിയുന്ന ഒരു കാലഘട്ടമാണ്.
മുൻപ് പല കാരണങ്ങളാൽ മുടങ്ങിപ്പോയ ഇനി നടക്കില്ലെന്ന് കരുതി നിങ്ങൾ മാറ്റിവെച്ച എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ പുനരാരംഭിക്കാൻ സാധിക്കും. തടസ്സങ്ങളെല്ലാം മഞ്ഞുപോലെ ഉരുകിപ്പോകുന്ന അത്ഭുതകരമായ ദിവസങ്ങളാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. സാമ്പത്തികമായി വലിയൊരു കുതിച്ചുചാട്ടം ഈ ആഴ്ചയിൽ ദൃശ്യമാകും. കടബാധ്യതകൾ കാരണം ബുദ്ധിമുട്ടിയിരുന്നവർക്ക് അതിൽ നിന്നും മോചനം നേടാൻ സാധിക്കും. അപ്രതീക്ഷിതമായ ചില കേന്ദ്രങ്ങളിൽ നിന്നും നിങ്ങളെ തേടി വലിയൊരു ധനലാഭമുണ്ടായേക്കാം. പൂർവിക സ്വത്തോ അല്ലെങ്കിൽ വഴിപാടുകളുടെ ഫലമായോ വലിയൊരു തുക നിങ്ങളുടെ കൈകളിൽ വന്നു ചേരും. സാമൂഹിക ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. പുതിയ സുഹൃത്തുക്കളെ കണ്ടെത്താനും അവരുടെ സ്വാധീനത്താൽ ജീവിതത്തിൽ വളരെ നല്ല പോസിറ്റീവ് മാറ്റങ്ങൾ കൊണ്ടുവരാനും നിങ്ങൾക്ക് സാധിക്കും. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വർഷങ്ങളായി നിലനിന്നിരുന്ന വിസ തടസ്സങ്ങളും മറ്റ് നിയമക്കുരുക്കുകളും ഈ ദിവസങ്ങളിൽ നീങ്ങിക്കിട്ടും. കായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് തങ്ങളുടെ യഥാർത്ഥ കഴിവ് സമൂഹത്തിന് മുന്നിൽ തെളിയിക്കാൻ പറ്റിയ മികച്ച അവസരങ്ങൾ ലഭിക്കും. വലിയ അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും നിങ്ങളെ തേടിവരും. നിങ്ങളുടെ പ്രശസ്തി വർദ്ധിക്കും. കർക്കിടകക്കൂറുകാർക്ക് ജീവിതം വലിയൊരു ആഘോഷമായി മാറുമ്പോൾ തൊട്ടടുത്ത രാശിക്കാരായ ചിങ്ങക്കൂറുകാരുടെ അന്തസ്സും പദവിയും ആകാശത്തോളം ഉയരാൻ പോകുകയാണ്. സമൂഹത്തിൽ അവർ കൈവരിക്കാൻ പോകുന്ന ആ വലിയ നേട്ടം എന്താണെന്നറിയാമോ? ചിങ്ങക്കൂറുകാരുടെ സമൂഹത്തിലെ പദവിയും അന്തസ്സും ഈ ആഴ്ച വൻതോതിൽ വർദ്ധിക്കാൻ പോകുകയാണ്. നിങ്ങളെ ഇത്രയും കാലം വിലകുറച്ച് കണ്ടവർ പോലും നിങ്ങളുടെ മുന്നിൽ ബഹുമാനത്തോടെ തലകുനിക്കുന്ന സാഹചര്യങ്ങൾ വരും. സമൂഹത്തിൽ വലിയ സ്വാധീനമുള്ള ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന വ്യക്തികളുമായി പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ ബന്ധങ്ങൾ നിങ്ങളുടെ ഭാവിയിലെ വലിയ ലക്ഷ്യങ്ങൾക്ക് ശക്തമായ ഒരു അടിത്തറയായി മാറും എന്നതിൽ സംശയമില്ല. ബിസിനസ് രംഗത്ത് വലിയ മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം അനുകൂലമാണ്. പുതിയ പങ്കാളികളെ കൂടെ കൂട്ടുന്നതിനെക്കുറിച്ചോ ബിസിനസ് വിപുലീകരിക്കുന്നതിനെക്കുറിച്ചോ ധൈര്യമായി ചിന്തിക്കാം. വിവേകത്തോടെയുള്ള തീരുമാനങ്ങൾ വലിയ വിജയങ്ങളിലേക്ക് വഴിതുറക്കും. പ്രണയജീവിതം നയിക്കുന്നവർക്കും ഇത് അനുകൂലമായ സമയമാണ്. വീട്ടുകാരുടെ സമ്മതത്തോടെ വിവാഹകാര്യങ്ങളിൽ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. ജീവിതത്തിൽ സന്തോഷം നിറയുന്ന നിമിഷങ്ങളായിരിക്കും ഇത്. എന്നാൽ ഈ വലിയ നേട്ടങ്ങൾക്കിടയിലും നിങ്ങളുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഒട്ടും അശ്രദ്ധ കാണിക്കരുത്. വലിയ തിരക്കുകൾക്കിടയിൽ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാനും ശരീരത്തിന് ആവശ്യമായ വിശ്രമം നൽകാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയൊരു അശ്രദ്ധ പോലും വലിയ ശാരീരിക ബുദ്ധിമുട്ടുകൾക്ക് കാരണമായേക്കാം. ചിങ്ങക്കൂറുകാർ ഇങ്ങനെ അധികാരത്തിന്റെയും പ്രശസ്തിയുടെയും കൊടുമുടിയിൽ നിൽക്കുമ്പോൾ കന്നിക്കൂറുകാരുടെ മനസ്സിനെ വലിയൊരു ഭയം വലിഞ്ഞു മുറുകാൻ സാധ്യതയുണ്ട്. കന്നിക്കൂറുകാരെ കാത്തിരിക്കുന്ന ആ മാനസിക സമ്മർദ്ദത്തിന്റെ കാരണം എന്താണെന്നറിയാമോ? കന്നിക്കൂറുകാരുടെ ജ്യോതിഷ ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ വാരം നിങ്ങൾക്ക് കടുത്ത മാനസിക സമ്മർദ്ദം നിറഞ്ഞ ദിവസങ്ങളായിരിക്കും. നിങ്ങൾ വിചാരിച്ച വേഗതയിൽ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങാത്തത് നിങ്ങളിൽ വലിയ നിരാശയും ദേഷ്യവും ഉണ്ടാക്കിയേക്കാം. കഠിനമായി ശ്രമിച്ചിട്ടും വിജയത്തിന്റെ തൊട്ടടുത്തെത്തി കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയുണ്ടായേക്കാം. എന്നാൽ ഈ സമയത്ത് ക്ഷമ കൈവിടാതിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. ആഴ്ചയുടെ അവസാന ദിവസങ്ങളിലേക്ക് കടക്കുമ്പോൾ ഗ്രഹനിലകളിൽ മാറ്റം വരികയും കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുകയും ചെയ്യും. സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ അതീവ ജാഗ്രത പുലർത്തണം. വിശ്വസ്തരായ ആളുകളുമായി മാത്രം പണമിടപാടുകൾ നടത്തുക. ഈ ആഴ്ച ആർക്കെങ്കിലും വേണ്ടി ജാമ്യം നിൽക്കാനോ വലിയ തുകകൾ കടം കൊടുക്കാനോ മുതിർന്നാൽ ആ പണം എന്നേക്കുമായി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. കുടുംബത്തിലെ മുതിർന്ന വ്യക്തികളുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. അവരുടെ ചികിത്സയ്ക്കായി അപ്രതീക്ഷിത ചിലവുകൾ വന്നേക്കാം. മനസ്സിന് ശാന്തി ലഭിക്കാൻ പ്രാർത്ഥനകളും വഴിപാടുകളും നടത്തുന്നത് ഈ ഘട്ടത്തിൽ വലിയ ആശ്വാസം നൽകും. കന്നിക്കൂറുകാർ ഈ രീതിയിൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നുപോകുമ്പോൾ തൊട്ടടുത്ത രാശിക്കാരായ തുലാക്കൂറുകാരെ കാത്തിരിക്കുന്നത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളാണ്. ഭാഗ്യം അവരെ എങ്ങനെയാണ് പുണരാൻ പോകുന്നതെന്ന് കേൾക്കേണ്ടേ? തുലാക്കൂറുകാർക്ക് ഈ ആഴ്ച ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ അനുഭവങ്ങൾ സമ്മാനിക്കുന്ന ഒരു സുവർണ കാലഘട്ടമായിരിക്കും. മനസ്സിൽ ദീർഘനാളായി കൊണ്ടു നടന്ന ആകുലതകളെല്ലാം ഒഴിഞ്ഞുപോവുകയും സമാധാനവും സന്തോഷവും നിങ്ങളെ തേടിയെത്തുകയും ചെയ്യും. കുടുംബത്തോടൊപ്പം വളരെ സന്തോഷകരമായ ദിവസങ്ങൾ ചിലവഴിക്കാൻ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ സാന്നിധ്യം വീട്ടിലുള്ളവർക്കും വലിയ ആശ്വാസം നൽകും. പുതിയ വീടോ വാഹനമോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള പ്രാരംഭ നടപടികൾ തുടങ്ങാൻ പറ്റിയ ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. തടസ്സങ്ങളൊന്നുമില്ലാതെ കാര്യങ്ങൾ വേഗത്തിൽ നടക്കും. തൊഴിൽ രംഗത്ത് നിങ്ങൾ ചെയ്യുന്ന കഠിനാധ്വാനത്തിന് മേലുദ്യോഗസ്ഥരിൽ നിന്നും തക്കതായ അംഗീകാരവും പ്രശംസയും ലഭിക്കും. നിങ്ങളുടെ കരിയറിലെ വലിയൊരു ഉയർച്ചയ്ക്ക് ഇത് കാരണമാകും. എല്ലാവരും കൊതിക്കുന്ന വലിയൊരു ശമ്പള വർധനവിനും ഈ ആഴ്ചയിൽ ശക്തമായ സാധ്യത കാണുന്നുണ്ട്. ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നും വലിയ പിന്തുണ എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകും. അവർ നിങ്ങളുടെ തണലായി കൂടെ നിൽക്കും. സാമ്പത്തികമായും മാനസികമായും നിങ്ങൾ പൂർണ്ണ സംതൃപ്തി അനുഭവിക്കുന്ന ഒരു വാരമായിരിക്കും ഇത്.
തുലാക്കൂറുകാർ ഇങ്ങനെ സന്തോഷത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്ന വൃശ്ചികക്കൂറുകാരുടെ ജീവിതത്തിലേക്ക് ചില പുതിയ ഉത്തരവാദിത്തങ്ങൾ വരാൻ പോകുകയാണ്. അത് അവരെ എങ്ങനെ ബാധിക്കുമെന്നറിയാമോ? വൃശ്ചികക്കൂറുകാരുടെ കാര്യത്തിലേക്ക് വന്നാൽ ഈ വാരം നിങ്ങൾക്ക് ചില സമ്മിശ്ര ഫലങ്ങളാണ് കാത്തിരിക്കുന്നത്. നിങ്ങളുടെ കരിയറിൽ അപ്രതീക്ഷിതമായ ചില പുതിയ വലിയ ഉത്തരവാദിത്തങ്ങൾ നിങ്ങളെ തേടിവരും. തുടക്കത്തിൽ അത് നിങ്ങൾക്ക് വലിയൊരു ഭാരമായി തോന്നാമെങ്കിലും നിങ്ങളുടെ കഠിനാധ്വാനവും ബുദ്ധിയും കൊണ്ട് അത് വളരെ ഭംഗിയായി നിർവഹിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഇത് നിങ്ങളുടെ മേലുദ്യോഗസ്ഥരുടെ ഇടയിൽ വലിയൊരു നല്ല പ്രതിച്ഛായ ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കും. എന്നാൽ അമിതമായ ജോലിഭാരം കാരണം കടുത്ത ശാരീരികവും മാനസികവുമായ തളർച്ച അനുഭവപ്പെടാൻ വലിയ സാധ്യതയുണ്ട്. കൃത്യമായ വിശ്രമം ശരീരത്തിന് നൽകിയില്ലെങ്കിൽ അത് വലിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് വഴിമാറിയേക്കാം. സാമ്പത്തിക കാര്യങ്ങളിൽ ഈ ആഴ്ച വലിയൊരു കെണിയുണ്ട്. വരവിനേക്കാൾ കൂടുതൽ ചിലവ് വരാൻ സാധ്യതയുള്ള ഒരു സമയമാണിത്. പണമിടപാടുകളിൽ അതീവ ശ്രദ്ധ പുലർത്തിയില്ലെങ്കിൽ വലിയൊരു കടബാധ്യതയിലേക്ക് നിങ്ങൾ വീണുപോയേക്കാം. ആർഭാടങ്ങൾ പരമാവധി കുറയ്ക്കുക. കുടുംബത്തിൽ ചെറിയ രീതിയിലുള്ള അസ്വാരസ്യങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായേക്കാം. എങ്കിലും നിങ്ങളുടെ പങ്കാളിയുടെ പൂർണ്ണമായ പിന്തുണയോടെ ആ പ്രശ്നങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ പരിഹരിക്കാൻ സാധിക്കും. പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് അനുഭവസ്ഥരായ മുതിർന്ന വ്യക്തികളുടെ ഉപദേശം തേടുന്നത് വലിയ വിപത്തുകളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കും. വൃശ്ചികക്കൂറുകാർ ഇങ്ങനെയൊരു ഊഞ്ഞാലിലെന്ന പോലെ മുന്നോട്ടു പോകുമ്പോൾ ധനുക്കൂറുകാരുടെ ആത്മവിശ്വാസം വാനോളം ഉയരാൻ പോകുകയാണ്. അവരെ കാത്തിരിക്കുന്ന ആ വലിയ വിജയം എന്താണെന്നറിയാമോ? ധനുക്കൂറുകാരെ സംബന്ധിച്ച് ഈ ആഴ്ച വൻ വിജയങ്ങളുടെ ഒരു പുതിയ കാലഘട്ടമാണ് തുറക്കപ്പെടുന്നത്. നിങ്ങളുടെ ആത്മവിശ്വാസം മുൻപെങ്ങുമില്ലാത്ത വിധം വൻതോതിൽ വർദ്ധിക്കും. എത്ര വലിയ പ്രതിസന്ധി ഘട്ടത്തെയും വളരെ ധീരമായി നേരിടാനും അതിനെയെല്ലാം അതിജീവിച്ച് മുന്നേറാനും നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ വ്യക്തിത്വത്തിന് മുന്നിൽ ശത്രുക്കൾ പോലും തളർന്നു പോകുന്ന ദിവസങ്ങളായിരിക്കും ഇത്. ബിസിനസ് രംഗത്ത് വലിയ പുരോഗതിയാണ് ഈ ദിവസങ്ങളിൽ നിങ്ങളെ കാത്തിരിക്കുന്നത്. എല്ലാവരും കൊതിക്കുന്ന വലിയ പുതിയ ഓർഡറുകളും കരാറുകളും പെട്ടെന്ന് നിങ്ങളുടെ കൈകളിൽ വന്നു ചേരും. കാലങ്ങളായി കുടുംബത്തിൽ നിലനിന്നിരുന്ന പൈതൃക സ്വത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും കോടതി വ്യവഹാരങ്ങളും ഒത്തുതീർപ്പിലെത്തും. നിങ്ങൾക്ക് അർഹതപ്പെട്ടതെല്ലാം നിങ്ങളുടെ കൈകളിൽ വന്നു ചേരുന്നതിന്റെ സന്തോഷം അനുഭവിക്കാൻ സാധിക്കും. കരിയറിന്റെ ഭാഗമായി ദൂരയാത്രകൾ ചെയ്യേണ്ടി വരികയും അതുവഴി വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കാൻ സാധിക്കുന്ന ഒരു മികച്ച വാരമാണിത്. കഠിനാധ്വാനത്തിന് പൂർണ്ണമായ ഫലം ലഭിക്കും. ധനുക്കൂറുകാർ ഇങ്ങനെ വിജയത്തിന്റെ പാതയിലൂടെ കുതിച്ചുപായുമ്പോൾ മകരക്കൂറുകാരുടെ ജീവിതത്തിൽ വലിയൊരു തടസ്സം കാലം കാത്തുവച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളിലും അവർ അതീവ ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ വലിയൊരു അപകടത്തിൽ ചെന്നു ചാടും. മകരക്കൂറുകാർ സൂക്ഷിക്കേണ്ട ആ വലിയ രഹസ്യം എന്താണെന്നറിയാമോ? മകരക്കൂറുകാരിലേക്ക് കടക്കുമ്പോൾ ഈ ആഴ്ച നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും അല്പം ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. നിങ്ങളുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ അത്ര അനുകൂലമല്ല എന്ന് തിരിച്ചറിഞ്ഞു വേണം മുന്നോട്ടു പോകാൻ. അനാവശ്യമായ തർക്കങ്ങളിലും വാഗ്വാദങ്ങളിലും ചെന്നുചാടുന്നത് വലിയ മാനസിക വിഷമങ്ങൾക്ക് കാരണമാകും. ഈ സമയത്ത് ശത്രുക്കളുടെ ശല്യം വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ നിങ്ങളുടെ വ്യക്തിപരമായ രഹസ്യങ്ങളും ഭാവി പദ്ധതികളും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പുതിയൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ഈ ദിവസങ്ങളിൽ ചില തടസ്സങ്ങളും കാലതാമസവും നേരിടേണ്ടി വന്നേക്കാം. എങ്കിലും നിരാശപ്പെട്ട് പരിശ്രമം ഉപേക്ഷിക്കരുത്. ക്ഷമയോടെയുള്ള കാത്തിരിപ്പ് ഒടുവിൽ വലിയൊരു വിജയത്തിൽ നിങ്ങളെ എത്തിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ കൃത്യമായ പ്ലാനിംഗ് ആവശ്യമായ ഒരു സമയമാണിത്. വരുമാനത്തിൽ വലിയ കുറവുണ്ടാകില്ലെങ്കിലും അനാവശ്യ ആഡംബരങ്ങൾക്കായി പണം ചിലവഴിക്കുന്നത് ഭാവിയിലെ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നിങ്ങളെ തള്ളിവിട്ടേക്കാം. ചിന്തിച്ചു മാത്രം പണം ചിലവഴിക്കുക. മകരക്കൂറുകാർ ഈ രീതിയിലൊരു പ്രതിരോധ ഘട്ടത്തിലൂടെ കടന്നുപോകുമ്പോൾ തൊട്ടടുത്ത രാശിക്കാരായ കുംഭക്കൂറുകാരുടെ മനസ്സിനെ അലട്ടിയിരുന്ന വലിയൊരു ഭാരമാണ് ഒഴിഞ്ഞുപോകാൻ പോകുന്നത്. കുംഭക്കൂറുകാരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന ആ വലിയ മാറ്റം എന്താണെന്നറിയാമോ? കുംഭക്കൂറുകാരുടെ ഫലങ്ങൾ പരിശോധിച്ചാൽ ഈ വാരം നിങ്ങൾക്ക് വളരെ സമാധാനപരമായ ദിവസങ്ങളാണ് കാത്തിരിക്കുന്നത്. മനസ്സിനെ ദീർഘനാളായി കടുത്ത രീതിയിൽ അലട്ടിയിരുന്ന വലിയൊരു ഭാരവും ആകുലതകളും പെട്ടെന്ന് ഒഴിഞ്ഞുപോയതുപോലെ നിങ്ങൾക്ക് തോന്നും. മാനസികമായി വലിയൊരു ഉന്മേഷം തിരികെ ലഭിക്കുന്ന ദിവസങ്ങളായിരിക്കും ഇത്. പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താൻ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കും. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് പുതിയ വഴികൾ തുറക്കപ്പെടും. മുൻപ് വരുത്തിവെച്ച വലിയ കടബാധ്യതകൾ ഒരു പരിധിവരെ തീർക്കാൻ ഈ ആഴ്ചയിലെ അപ്രതീക്ഷിത സാമ്പത്തിക ലാഭം നിങ്ങളെ സഹായിക്കും. സാമ്പത്തിക ഭദ്രത കൈവരുന്നതോടെ മനസ്സിലെ പകുതി ആശങ്കകളും ഇല്ലാതാകും. ദാമ്പത്യ ജീവിതത്തിൽ വലിയ സന്തോഷവും സമാധാനവും നിലനിൽക്കും. പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും. മക്കളുടെ കാര്യങ്ങളിൽ ദീർഘനാളായി ആലോചിച്ചിരുന്ന പല പ്രധാനപ്പെട്ട കാര്യങ്ങളിലും
വളരെ അനുകൂലമായ തീരുമാനങ്ങൾ ഈ ദിവസങ്ങളിൽ ഉണ്ടാകും. അത് നിങ്ങളുടെ കുടുംബത്തിന് വലിയൊരു ആശ്വാസം നൽകും. സമൂഹത്തിൽ വലിയ പ്രശസ്തിയും ആദരവും നിങ്ങളെ തേടിവരുന്ന ഒരു വാരം കൂടിയാണിത്. കുംഭക്കൂറുകാർ ഇങ്ങനെ സമാധാനത്തിന്റെ പാതയിലൂടെ മുന്നോട്ടു പോകുമ്പോൾ നമ്മുടെ അവസാനത്തെ രാശിക്കാരായ മീനക്കൂറുകാരുടെ ജീവിതത്തിൽ മറ്റൊരു വലിയ അത്ഭുതമാണ് സംഭവിക്കാൻ പോകുന്നത്. മീനക്കൂറുകാരെ കാത്തിരിക്കുന്ന ആ വലിയ ഭാഗ്യം എന്താണെന്നറിയാമോ? മീനരാശിയിൽ ജനിച്ച വ്യക്തികൾക്ക് ഈ വാരം വളരെ ഉന്മേഷഭരിതമായ ഒരു പുതിയ തുടക്കമാണ് കാത്തിരിക്കുന്നത്. എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാനും അവ നിങ്ങളുടെ യഥാർത്ഥ ജീവിതത്തിൽ പകർത്തി വിജയം കൊയ്യാനും ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കും. നിങ്ങളുടെ ചിന്താഗതിയിലുണ്ടാകുന്ന പോസിറ്റീവ് മാറ്റങ്ങൾ മറ്റുള്ളവരെയും അത്ഭുതപ്പെടുത്തും. ജോലിസ്ഥലത്ത് നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന പുതിയ ആശയങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും വലിയ അംഗീകാരം ലഭിക്കും. മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരും നിങ്ങളെ ഒരു മാതൃകയായി കാണാൻ തുടങ്ങുന്ന ദിവസങ്ങളായിരിക്കും ഇത്. നിങ്ങളുടെ ഔദ്യോഗിക പദവി ഉയരാൻ ഇത് കാരണമാകും. ആരോഗ്യസ്ഥിതി പൊതുവെ വളരെ തൃപ്തികരമായിരിക്കും. എങ്കിലും വിട്ടുമാറാത്ത അസുഖങ്ങളുള്ളവർ മരുന്നുകൾ കൃത്യമായി കഴിക്കാനും ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ പാലിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ദീർഘകാല നിക്ഷേപങ്ങളിൽ നിന്നും വിചാരിച്ചതിനേക്കാൾ മികച്ച ലാഭം ഈ ആഴ്ചയിൽ നിങ്ങളുടെ കൈകളിൽ വന്നുചേരും. അകന്നുപോയ ബന്ധുക്കളുടെ പെട്ടെന്നുള്ള സന്ദർശനം നിങ്ങളുടെ വീട്ടിൽ വലിയ സന്തോഷവും ഉത്സവപ്രതീതിയും കൊണ്ടുവരും. 12 രാശിക്കാരുടെയും ഈ ആഴ്ചയിലെ ഗ്രഹനിലകൾ വലിയ മാറ്റങ്ങളാണ് കാണിക്കുന്നത്. ഈ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന വലിയൊരു സംഭവത്തിന്റെ സൂചനയാണ്. എന്നാൽ നിങ്ങളുടെ രാശിപ്രകാരം ഈ ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു കാര്യം എന്താണെന്നറിയാമോ? ഇങ്ങനെ 12 രാശിക്കാർക്കും തികച്ചും വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളാണ് ഈ വാരത്തിൽ കാലചക്രം കാത്തുവച്ചിരിക്കുന്നത്. ആകാശത്തെ ഗ്രഹങ്ങളുടെ നിരന്തരമായ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തെ പല രീതിയിൽ സ്വാധീനിക്കുമ്പോഴും പോസിറ്റീവായ ചിന്താഗതിയും കഠിനാധ്വാനവും കൈവിടാതെ മുന്നോട്ടു പോയാൽ ഏത് വലിയ പ്രതിസന്ധിയെയും വളരെ എളുപ്പത്തിൽ മറികടക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. വരും വാരം നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ ഐശ്വര്യവും സമാധാനവും സന്തോഷവും നിറയ്ക്കട്ടെ എന്ന് പൂർണ്ണമായി പ്രാർത്ഥിക്കുന്നു. ജ്യോതിഷപ്രകാരം ഗ്രഹനിലകൾ അനുകൂലമാകുമ്പോൾ നമ്മൾ എടുക്കുന്ന ചില തീരുമാനങ്ങളാണ് നമ്മുടെ ജീവിതത്തിന്റെ ഭാവി നിശ്ചയിക്കുന്നത്. ഈ ആഴ്ച നിങ്ങളുടെ രാശിഫലം കേട്ടപ്പോൾ ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി എത്രത്തോളം ഒത്തുപോകുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് തീർച്ചയായും താഴെയുള്ള കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കൂ.